ഇസ്ലാമിക തീവ്രവാദം കുത്തകയാക്കി വെച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ കടുത്ത ഭീഷണിയായി നിലകൊണ്ട ഇറാന്റെ നട്ടെല്ല് തന്നെ തകർത്തുകളയുന്ന തരത്തിലുള്ള കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ നടപ്പിലാക്കിയത്. ഇറാന്റെ മിലിട്ടറി ബേസും ന്യൂക്ലിയർ സെന്ററുകളും പരീക്ഷണശാലകളുമെല്ലാം തകർത്ത് ധൂളിയാക്കി പറത്തിയ ഇസ്രായേൽ അവരുടെ സയന്റിസ്റ്റുകളെയും പട്ടാള നേതാക്കന്മാരെയുമെല്ലാം കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഇറാനിയൻ മിലിട്ടറി ഓഫീസറായ മൊഹമ്മദ് ബഗേരിയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹൊസൈൻ സലാമി എന്ന കൊടും ഭീകരനുമെല്ലാം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് മണ്ണിടിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവർ കാത്തിരുന്ന സമയത്തിന്റെ കൃത്യതയിൽ തന്നെയായിരുന്നുവെന്നും അവർ ഫോക്കസ് ചെയ്ത ലക്ഷ്യങ്ങളെയും ടാർഗറ്റ് ചെയ്ത വ്യക്തികളെയും തീർത്തുവെന്നുള്ള കാര്യവും പലർക്കും ബോധ്യപ്പെട്ടത്. 65-കാരനായ ഹൊസൈൻ സലാമി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരായി കൈക്കൊണ്ട കടുത്ത നിലപാടുകളുടെ പേരിലായിരുന്നു കുപ്രസിദ്ധനായത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ ഭരണകാലത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകരസംഘടനയായി ഔദ്യോഗികമായി മുദ്രകുത്തിയതിൽ പ്രതികരിച്ചുകൊണ്ട് സലാമി പറഞ്ഞത് അമേരിക്ക ഞങ്ങളെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതിൽ അഭിമാനിക്കുന്നു എന്നായിരുന്നു. 2019-ലായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ ആശീർവാദത്തോടെ ഇയാൾ ഇറാന്റെ കമാൻഡർ ഇൻ ചീഫായി അവരോധിതനായത്. ഹമാസിനെതിരായി യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് അസർബൈജാനിൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് മടങ്ങിയ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം അന്തരീക്ഷത്തിൽ വെച്ച് ഛിന്നഭിന്നമായത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച സംഭവമായിരുന്നു. സയണിസ്റ്റ് ഭരണകൂടത്തെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ് ഇറാന്റെ തന്ത്രപരമായ ലക്ഷ്യമെന്ന് നിരന്തരമായി പ്രസ്താവിച്ചിരുന്ന ഇയാൾ കഴിഞ്ഞ മാസം 15-ന് ടെഹ്റാനിൽ നടത്തിയ റൈസി അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഇസ്രായേലിനെതിരെ നടത്തിയത് അങ്ങേയറ്റം പ്രകോപനപരവും വിഷം വമിപ്പിക്കുന്നതുമായ പ്രസംഗമായിരുന്നു. ഞങ്ങൾ ഇസ്രായേലുകാരെ അവരുടെ വീട് തോറും പിന്തുടരും. പാലസ്തീനിലെ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ഓരോ തുള്ളി രക്തത്തിനും പ്രതികാരം ചെയ്യും. നിങ്ങളുടെ പരാജയത്തിനായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണരുന്നതിന്റെ തുടക്കമാണിത്. അമേരിക്കയും ഇസ്രായേലിനെയും അവരുടെ പങ്കാളികളെയും സഖ്യകക്ഷികളെയും തകർക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പദ്ധതി എന്നൊക്കെ വീമ്പിളക്കിയ സലാമി ഈ ഗ്രഹത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന മാലിന്യത്തെ തുടച്ചു നീക്കി ഈ ഗ്രഹത്തെ ശുദ്ധീകരിക്കുമെന്നും ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞുവെച്ചു. ഹുസൈൻ സലാമിയുടെ വായ് ഇനി ഒരിക്കലും ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടി തുറക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. 2023 ഒക്ടോബർ 7-ന് തങ്ങളുടെ രാജ്യത്ത് കയറി 1200-ലധികം പോന്ന തങ്ങളുടെ വിലപ്പെട്ട ജീവനുകളെ കുത്തിപ്പറിച്ചെടുത്ത ഹമാസ് തീവ്രവാദികളുടെ തലവന്മാരെ ഒന്നിനു പുറകെ ഒന്നായി തേടിപ്പിടിച്ച് കൊന്നുകളഞ്ഞ ഇസ്രായേൽ ഒരേ സമയം യമനിലേക്കും ലെബനോനിലേക്കും സിറിയയിലേക്കും തീവ്രവാദികളുടെ ഈറ്റില്ലമായ ഇറാനിലേക്കും കണ്ണും കാതും തുറന്ന് ഊഴം കാത്തിരിക്കുകയായിരുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചുമാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നുവെന്ന് 83-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇസ്രായേലിനെ തീർക്കാനിറങ്ങിയവർക്ക് വന്നനുഭവിച്ച ദുർഗതിയുടെ അവസാനത്തെ ദുരന്ത ചിത്രമാണ് സലാമിയുടേത്. ഇസ്രായേലിനെ എന്നല്ല, ആരെയും ഭയപ്പെടുത്താൻ ഇനി ഹൊസൈൻ സലാമിയില്ല. അവന്റെ തീവ്രവാദ നിശ്വാസങ്ങളും നിശ്ചലമായി. ഇക്കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത തലമുറയെ ഏൽപ്പിക്കാനാകില്ല. ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത തലമുറ തന്നെ ഉണ്ടാകില്ല. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് നേരെയുള്ള ഇറാന്റെ ഭീഷണിയെ ചെറുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുക മാത്രമല്ല, അത് കൃത്യമായി നടപ്പാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്.